നമസ്കാരം. കൗണ്ടർ പ്രസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇംഗ്ലണ്ട് കോങ്കോ മത്സരത്തിനെ കുറിച്ചാണ്. ഇംഗ്ലണ്ട് 2-1 സ്കോർ ലൈനിൽ വിജയിച്ച് കയറിയിരിക്കുകയാണ്. ഹാരി കെയ്ൻ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ബ്രേസ് ആയിട്ട് ടേണപ്പ് ചെയ്യാൻ ആവശ്യമുള്ള സ്റ്റേജിൽ. മത്സരത്തിന്റെ അനാലിസിസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പോവാം. ആദ്യം തന്നെ നമ്മൾ തുടങ്ങുന്നത് കോങ്കോയുടെ ബിൽഡപ്പ് സ്റ്റേജിൽ നിന്നിട്ടാണ്. ഇംഗ്ലണ്ട് വളരെയധികം കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ബിൽഡപ്പ് സ്ട്രക്ചർ ആയിരുന്നു കോങ്കോയുടെ എന്നുള്ളത്. ഏർലി ബിൽഡപ്പിൽ ഒരു ലോപ്പ് സൈഡഡ് ബാക്ക് ത്രീ എന്നുള്ള സ്റ്റേജിലേക്ക് കോങ്കോ പോകുന്നുണ്ടായിരുന്നു. ഇത് ഇംഗ്ലണ്ടിന് വളരെയധികം കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു. കാരണം ഒരു ഫ്രണ്ട് ടു ആയിട്ട് പ്രസ് ചെയ്യുന്ന ഇംഗ്ലണ്ടിനെ ഈ ഒരു ബാക്ക് ത്രീ വെച്ചിട്ട് ഓവർലോഡ് ചെയ്യാനായിട്ട് കോങ്കോക്ക് സാധിച്ചു. ഇതിനാൽ തന്നെ അറ്റാക്കിംഗ് ലൈനിലേക്ക് ത്രെറ്റ് കൊടുക്കാനായിട്ട് കോങ്കോക്ക് ഏളിയായിട്ട് സാധിച്ചിരുന്നു. മെഡ്വേക്ക് ഒരുപാട് സാഹചര്യങ്ങളിൽ ഡ്രോപ്പ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. കാരണം ആ ഒരു ലോങ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഉണ്ടാവുമ്പോൾ ആ ഒരു തേർഡ് പ്ലെയറിനെ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ബാക്കിന് അല്ലെങ്കിൽ വൈഡ് ആയിട്ടുള്ള വിട്ട് കൊടുക്കുന്ന കോങ്കോയുടെ പ്ലെയർക്ക് സ്പേസസ് ഓപ്പൺ അപ്പ് ആയതിനെ. ഇതിനാൽ തന്നെ ഇംഗ്ലണ്ടിനെ ഒരു മിഡ് ബ്ലോക്കിലേക്ക് പുഷ് ചെയ്യാനായിട്ട് കോങ്കോയ്ക്ക് വളരെ എളുപ്പത്തിൽ സാധിച്ചിരുന്നു. പക്ഷേ ഇങ്ങനെ ഫുൾ ബാക്കിനെ പുഷ് ചെയ്യുന്നതുകൊണ്ട് കോങ്കോക്ക് അതിൻ്റെ ഡൗൺ സൈഡ്സ് ഉണ്ടായിരുന്നു. കാരണം ട്രാൻസിഷൻസിൽ മെഡ്വേക്കേക്ക് എളുപ്പത്തിൽ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള സോൺ ഓപ്പൺ ആയി കൊടുക്കാൻ ഇങ്ങനെ പുഷ് ചെയ്യുന്നതുകൊണ്ട് സഹായിച്ചു. ഈ ഒരു ട്രാക്ക് ബാക്കിംഗ് പ്രോപ്പർ ആയിട്ടില്ലെങ്കിൽ ഒരുപാട് സ്പേസും ടൈമും കിട്ടാനായിട്ട് മെഡ്വേക്കേക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. ഇംഗ്ലണ്ടിന്റെ ബാക്ക് ലൈനെ അവർ ഈ പറയുന്ന പോലെ ഓവർലോഡ് ചെയ്യണം. ഇംഗ്ലണ്ടിനെതിരെ കോങ്കോയുടെ ആദ്യത്തെ ഗോളിലേക്ക് വരുമ്പോൾ അതിന് രണ്ട് വഴികളുണ്ട് ഡീൽ ചെയ്യാനായിട്ട്. ഒന്ന് എന്ന് പറയുന്നത് നാച്ചുറലായിട്ട് ഈ പറയുന്ന പോലെ മെഡ്വേക്കേക്ക് ഇറങ്ങി വന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് ആ ഒരു ബാക്ക് ഫൈവ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇംഗ്ലണ്ടിന്റെ ഫുൾ ബാക്ക് ആയിട്ടുള്ള സ്പെൻസിന് ഒരു കവർ കൊടുക്കാനായിട്ടും പറ്റുമായിരുന്നു. ഇനി മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ആൻഡേഴ്സൺ ബാക്ക് ലൈനിലേക്ക് ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡേഴ്സൺ ബാക്ക് ലൈനിലേക്ക് ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ബെല്ലിംഗം ഈ പറയുന്ന പോലെ നമ്പർ 10 പൊസിഷനിൽ ഹൈ ആയിട്ട് നിൽക്കുന്ന ബെല്ലിംഗം ഡ്രോപ്പ് ചെയ്തിട്ട് ആ സെന്റർ ഓഫ് ദ പിച്ച് കവർ ചെയ്യണം. കാരണം എന്തുകൊണ്ടാണ്? ആൻഡേഴ്സൺ ആ ഒരു സെന്റർ സോണിൽ ബാക്ക് ലൈനിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ എളുപ്പമാണ്. അതുമാത്രമല്ല മാൻമാർക്ക് ചെയ്യാനായിട്ട് ആ ഒരു സോൺ 14 പ്ലേയേഴ്സും ഇല്ല. സോ ഇൻ കേസ് ഒരു ത്രെറ്റ് വരികയാണെങ്കിൽ ബെല്ലിംഗം ഡ്രോപ്പ് ചെയ്തിട്ട് ആ ഒരു സോൺ കവർ ചെയ്യും. ട്രാൻസിഷനിൽ ഈ പറയുന്ന പോലെ മെഡ്വേക്കിനും ബെല്ലിംഗത്തിനും നമുക്ക് ഹൈ ആയിട്ട് സ്റ്റിൽ കിട്ടും. പ്ലസ് ഇതിനോടൊപ്പം ഹാരി കെയ്ൻ ഓൺ ദ ടോപ്പും ഉണ്ട്. ആൻഡ് ഇതൊക്കെ നടക്കുന്നതിന് മുന്നേ ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ക്രോസസിനെ ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ പ്രഷർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അത് ഇംഗ്ലണ്ടിന് കൊടുക്കാനായിട്ട് ആ ഗോളിൽ സാധിക്കുന്നില്ല. സോ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ രേഖപ്പെടുത്തുക. ഇത് ഒരു വഴി മാത്രമാണ് അല്ലെങ്കിൽ രണ്ട് വഴി മാത്രമാണ്? ഒരുപാട് വഴികൾ ഈ പറയുന്ന സ്ട്രക്ചറിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിനെ ഡീൽ ചെയ്യാം. നിങ്ങൾക്ക് ഇതിൽ എങ്ങനെയാണ്, എന്താണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ശരിയെന്ന് കൂടിയും താഴെ കോമന്റ് ചെയ്യാം. സോ ഒരു ആദ്യത്തെ ഗോൾ വീഴുന്നതിന് ശേഷം ഇംഗ്ലണ്ട് അഗ്രസീവായിട്ട് തുടരുന്നുണ്ട്. ഒരുപാട് ചാൻസ് ക്രിയേഷൻസും ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന നേരത്തെ പ്രസ്സിങ്ങിനുണ്ടായ പ്രശ്നം കവറപ്പ് ചെയ്യാനായിട്ട് മെഡ്വേക്ക് ഹൈ ആയിട്ട് പുഷ് ചെയ്യുന്നൊക്കെ ആയിരുന്നു. എപ്പോഴല്ല ഈ പറയുന്ന ഡിസ്റ്റൻസസ് മാനേജബിൾ ആവുമ്പോൾ മെഡ്വേക്ക് ഈ പറയുന്ന തേർഡ് പ്ലെയറിനെ പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു 4-4 ഷേപ്പിലാണ് കോങ്കോ നിലനിന്നിരുന്നത്. ഈ പറയുന്ന സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസ്, അതായത് ഈ 4-4-ലെ 2 വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം ഇംഗ്ലണ്ടിന്റെ മിഡ്ഫീൽഡേഴ്സ് ആ ഒരു ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് വന്നിട്ട് വൈഡർ ചാനൽസിൽ കമ്പൈൻ ചെയ്യാൻ നോക്കുമ്പോൾ ഈ മിഡ്ഫീൽഡേഴ്സിനെ മാർക്ക് ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഡ്യൂട്ടി ആയിരുന്നു. ഇത് ഇവർ നീറ്റായിട്ട് വളരെയധികം ചെയ്തിരുന്നു. എന്നിരുന്നാൽ പോലും ഈ പറയുന്ന വൈഡ് ആയിട്ടുള്ള കോമ്പിനേഷൻസും ഓവർലോഡ്സ് ഒക്കെ വെച്ചുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിന് ഒരുപാട് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. വൈഡർ സോൺസിൽ നിന്നിട്ട് ഒരുപാട് ക്രോസുകൾ ഇന്നലെ നമ്മൾ ഇംഗ്ലണ്ടിന്റെ കയ്യിൽ നിന്ന് സാധിച്ചിരുന്നു. ഇതിന് വേണ്ടിയിട്ടുള്ള റൈറ്റ് പ്രൊഫൈൽസ് ഇൻസൈഡ് ദ ബോക്സ് ഉണ്ടായിരുന്നു. ഈ പറയുന്ന നിക്കോ റൈലിനെ ഉപയോഗിച്ചിരുന്നത് ഇംഗ്ലണ്ട് വളരെയധികം ടാക്ടിക്കലി ബ്രില്യൻ്റ് ആയിട്ടായിരുന്നു. ഒരു ഫ്ലൂയിഡ് ആയിട്ടുള്ള ഫ്ലോട്ടിംഗ് റോള് നിക്കോ റൈലിക്ക് ഇന്നലെ കൊടുക്കുന്നു. പല സമയത്തും നമ്മൾ ആ ഒരു ഹാഫ് സ്പേസ് ചാനൽസിൽ കണ്ടു. ഇൻസൈഡ് ദ ബോക്സ്, എഡ്ജ് ഓഫ് ദ ബോക്സ് ലേറ്റ് ആയിട്ടുള്ള റണ്ണ് നടത്താൻ റെഡി ആയി നിൽക്കുന്ന നിക്കോ റൈലിനെ കണ്ടു. അതുമാത്രമല്ല പ്രോഗ്രസീവ് സ്റ്റേജിൽ ആ ഒരു മിഡ്ഫീൽഡ് സെൻട്രൽ സോണിൽ കാണുന്നവരെ നമ്മൾ നിക്കോ റൈലിനെ കണ്ടു. നിക്കോ റൈലിയും റൈസും തമ്മിലുള്ള കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു, റൊട്ടേഷൻസ് ഉണ്ടായിരുന്നു. അതിലുപരി ഒരുപാട് രീതിക്ക് ഫ്ലൂയിഡ് ആയിട്ട് പൊസിഷൻസ് ചേഞ്ച് ചെയ്യാനായിട്ട് നിക്കോ റൈലിക്ക് ഇന്നലെ സാധിച്ചിരുന്നു. ഡയറക്റ്റ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഇന്നലെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ലെഫ്റ്റ് സൈഡിൽ വളരെയധികം ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരുപാട് സ്പേസസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിന് സാധിച്ചിരുന്നു. പക്ഷേ ഇംഗ്ലണ്ടിന്റെ മേജർ അറ്റാക്സ് വന്നത് റൈറ്റ് സൈഡിലായിരുന്നു. ഈ പറയുന്ന പ്രൊഫൈൽസിനെ ടൂക്കൽ സെലക്ട് ചെയ്യുമ്പോൾ ട്രിബിളേഴ്സ് വേണം എന്നുള്ളത് വളരെയധികം ഒരു സെൻസിബിൾ ആയിട്ടുള്ള ഓപ്ഷൻ ആയിരുന്നു. കാരണം ലോ ആയിട്ടുള്ള ഒരു ബ്ലോക്കിനെ പ്രതീക്ഷിക്കുന്നു. അവിടുന്ന് ഡിഫറൻസ് മേക്കേഴ്സ് ആയിട്ട് ഡ്രിബിളേഴ്സ് വേണം, ക്രോസസ് കൊടുക്കാനുള്ള പ്ലേയേഴ്സ് വേണം. സ്പെൻസിനായാൽ പോലും ഒരുപാട് ഓവർലാപ്സ് നടത്തിയിട്ട് സ്പെൻസിന് ചാൻസ് ക്രിയേഷനിലേക്കുള്ള പൊസിഷൻസ് എടുത്തിരുന്നു. പക്ഷേ മീനിങ് ഫുൾ ആയിട്ടുള്ള ക്രോസസ് കൊടുക്കാൻ സ്പെൻസിനെ സംബന്ധിച്ചിരുന്നില്ല, ഫുൾ ആയിട്ട് സാധിച്ചിരുന്നില്ല. ഒരുപാട് ഷോട്ട്സ് ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. പക്ഷേ സ്റ്റിൽ അത് കോർണേഴ്സിലൊക്കെ എൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതോടൊപ്പം ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് സ്പേസസ് കൊടുക്കാതിരിക്കാൻ കോങ്കോ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. ഇത് ഇംഗ്ലണ്ടിന് വളരെയധികം വെള്ളം കുടിപ്പിച്ചു. കാരണം വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത്സ് ആണ് ഇംഗ്ലണ്ടിന്റെ ഹാരി കെയ്ൻ ഡ്രോപ്പ് ചെയ്തിട്ട് ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് അവിടെ നിന്നിട്ട് ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള പാസസ് കൊടുത്തിട്ട് ചാനൽസിൽ കമ്പൈൻ ചെയ്യാനായിട്ട് ഹാരി കെയ്ന് സാധിക്കാറുണ്ട്. പക്ഷേ ഇന്നലെ അത് പ്യുവർ ആയിട്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് ഇംഗ്ലണ്ടിനെതിരെ കോങ്കോയ്ക്ക് സാധിക്കുന്നു. സോ ഇംഗ്ലണ്ടിന്റെ മോസ്റ്റ് ഓഫ് ദ ചാൻസസ് നിങ്ങൾ ഇന്നലെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം ഈ പറയുന്ന അറൗണ്ട് ദ ബ്ലോക്ക് വന്നിട്ടുള്ള ചാൻസസ് ആയിരുന്നു, അല്ലെങ്കിൽ ക്രോസസിലൂടെ വന്നിട്ടുള്ള ചാൻസസ് ആയിരുന്നു. അങ്ങനെ 1-0 ട്രെയിൽ ചെയ്ത് നിൽക്കുന്ന ഇംഗ്ലണ്ടിന് മേജർ ചേഞ്ചസ് ആയിട്ട് ടൂക്കൽ വരികയാണ്. 2 വിങ്ങേഴ്സിനെ ചേഞ്ച് ചെയ്യുന്നു. എന്നിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റൈറ്റ് ബാക്കിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എസ് കൊണ്ടുവരുന്നു. എസ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് ത്രെറ്റ് ഒരുപാട് വരുന്നു. അവിടെ ഇൻട്രിക്കേറ്റ് ആയിട്ട് പാസസും കമ്പൈൻ ചെയ്യാനായിട്ടുള്ള ഒരു
ബ്രില്യൻ്റ് ആയിട്ടുള്ള പ്ലെയർ പ്രൊഫൈലായിട്ട് എസ് എ മാറുകയാണ്. അതുക്കപ്പുറം എന്താ സംഭവിക്കുന്നത്, ഡെക്ലൻ റൈസിനെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ കൊണ്ടുവരുന്നു. കാരണം ഇംഗ്ലണ്ടിന് ഇതിനു മുന്നും ചാൻസസ് ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് ഉണ്ടായിരുന്നു. കാരണം ഒരു 3-1-4-2 എന്നുള്ള ഷേപ്പിലേക്കൊക്കെ ഇംഗ്ലണ്ട് പോകുമ്പോൾ ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് സ്പേസസ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പ്ലേ ചെയ്യാനും ത്രൂ ബോൾസ് കൊടുക്കാനൊക്കെ സാധിച്ചിരുന്നു. അങ്ങനെയാണ് ഹാരി കെയിൻ്റെ പൊട്ടൻഷ്യൽ പെനൽറ്റി ഇൻസിഡന്റ് ഒക്കെ സംഭവിക്കുന്നത്. സോ ആ ഒരു ത്രെറ്റ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ അതിലേക്ക് വേറൊരു പ്ലെയർ പ്രൊഫൈലിനെ കൊണ്ടുവരികയാണ്. ഇതോടൊപ്പം തന്നെ ഡെക്ലൻ റൈസിനെ പുറത്തേക്ക്, അതായത് വൈഡർ പ്രൊഫൈൽസിൽ കൊടുക്കുമ്പോൾ ക്രോസസിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയിപ്പോൾ ഈ മിഡ്ഫീൽഡിലേക്ക് റണ്ണുകൾ നടത്താൻ അല്ലെങ്കിൽ ഹാഫ് സ്പേസ് ചാനൽസിലേക്ക് റണ്ണ് നടത്താൻ ഇതിനും പറ്റിയൊരു പ്ലെയറാണ്. സോ അപ്പുറത്തെ സൈഡിൽ നിക്കോ റൈലി ചെയ്തിരുന്ന സെയിം പരിപാടി ചെയ്യുന്നുണ്ട്. ആന്റണി ഗോർഡൻ ഉണ്ട്. ഈ ബാക്ക് ലൈനിനെ അവർ ഓവർലോഡ് ചെയ്യുന്നുണ്ട്. ഈ ക്രോസസിന് വേണ്ടി ത്രെറ്റ് ആവാനായിട്ട് അവർ ബോക്സിലേക്ക് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ സ്ഥിരമായിട്ട് സംഭവിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ബെല്ലിംഗത്തിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഹാഫ് സ്പേസസിൽ ഡിപ്ലോയ് ചെയ്യാൻ ഡൂക്കല്. ഇപ്പുറത്തെ സൈഡിലേക്ക് എസ് എ വന്നതോടെ അങ്ങനെ ഒരു പൊസിഷൻ ചേഞ്ച് കൂടി അവിടെ നടക്കുന്നുണ്ട്. ഡെക്ലൻ റൈസിനെ സംബന്ധിച്ചിട്ട് ക്രോസസ് കൊടുക്കുന്നതോടൊപ്പം തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഈ ഇൻസൈഡ് ചാനൽസ് റൺ എന്ന് പറയുന്നത്. ഗോൾ വരുന്നതിന് തൊട്ട് മുന്നും ഇതേ പറയുന്ന പോലെ റണ്ണുകൾ ഡെക്ലൻ നടത്തിയിരുന്നു. അങ്ങനെ ഗോളിലേക്ക് വരുമ്പോൾ സെയിം പാറ്റേൺ അവിടെ കാണാണ്. എസ് എ ഹാഫ് സ്പേസ് റണ്ണ് നടത്തുമ്പോൾ ഈ പറയുന്ന വൈഡർ ചാനൽ സാക്ക വിത്ത് പ്രൊവൈഡ് ചെയ്യുന്നു. ഡെക്ലൻ റൈസിൻ്റെ റണ്ണ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇൻസൈഡ് ചാനൽസിലൂടെ റണ്ണ് നടത്തിയിട്ട് ഇൻ ബിഹൈൻഡ് ബോൾ അവിടെ റിസീവ് ചെയ്യണം. അവിടെ നിന്ന് കൊടുക്കുന്ന ഒരു ക്രോസിൽ നിന്നിട്ടാണ് പിന്നീട് ആ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഗോർഡൻ ആ ഒരു ക്രോസ് കൊടുത്തിട്ട് ഹാരി കെയ്ൻ അവിടെ ഈക്വലൈസർ നേടിക്കൊടുക്കുന്നത്. ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫിനിഷ് ആയിരുന്നു അത്. അതുക്കും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫിനിഷ് ആയിരുന്നു രണ്ടാമത്തെ ഗോൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഗോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് ത്രെറ്റ് വന്നു എന്ന് പറഞ്ഞു. ആ ഒരു ത്രെറ്റ് വന്നതിൻ്റെ റിസൾട്ടും കൂടിയായിട്ട് ബെല്ലിംഗത്തിന് അവിടെ സ്പേസ് കിട്ടുന്നു. ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് സ്പേസ് കണ്ടെത്തിയിട്ട് ബ്രില്യൻ്റ് ആയിട്ട് അവിടെ റിസീവ് ചെയ്യാണ് ബെല്ലിംഗം. എന്നിട്ട് അവിടെ നിന്ന് എടുക്കുന്ന ഒരു ഷോട്ടിൽ നിന്നിട്ടാണ് ഈ പറയുന്ന ചാൻസ് ക്രിയേഷൻ്റെ തുടക്കം വരുന്നത്. അതിനുശേഷം ആ ഹാരി കെയ്ൻ നേടിക്കൊടുത്തത് സ്ട്രക്ചറൽ ടാക്ടിക്സ് ഒന്നല്ല, ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ആണ്. ഒരു സ്ട്രൈക്കർ പ്രോപ്പർ നമ്പർ 9 എങ്ങനെയാണ് ഒരു ഷോട്ട് എടുത്ത് കയറ്റുക എന്നുള്ളത് ഹാരി കെയ്ൻ നമുക്ക് കാണിച്ചു തന്നു. ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫിനിഷ് ആയിരുന്നു. ആ ഒരു സ്കില്ലിൽ നമുക്ക് ഒന്നും പറയാനില്ല. ഗോൾ കീപ്പർ പോലും ആ ഒരു ഷോട്ട് കണ്ടിട്ട് നിസ്സായനായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പറ്റിയത്. സോ ഇങ്ങനെയായിരുന്നു ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിട്ട് ഇന്നലത്തെ ഗെയിമിലുണ്ടായ ടാക്ടിക്കൽ ചേഞ്ചസ്. മത്സരത്തിൻ്റെ വിശേഷങ്ങൾ എങ്ങനെയാണ്? ഇനി വരുന്ന വീഡിയോസിനും ഇതേപോലെ സപ്പോർട്ടുകൾ തരിക. ഒരുപാട് നന്ദിയുണ്ട് ഇത്രയും നാൾ തരുന്ന സപ്പോർട്ടിനും. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു സോ മച്ച്. ബൈ.